ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദിണ്ടിഗൽ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരാൻ SIT സംഘം. ഡി മണി എന്ന ബാലസുബ്രഹ്മണ്യത്തിന്റെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മണിയിൽ നിന്ന് വീണ്ടും നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ചേക്കും. മണിയുടെ സാമ്പത്തിക സ്രോതസ്സും ഇറിഡിയം തട്ടിപ്പ് കേസിന്റെ വിശദാംശങ്ങളും പരിശോധിക്കും. അഷ്കർ ഇലി കരിമ്പ നൽകും വിശദാംശങ്ങൾ. അഷ്കർ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ അഷ്കർ എടുത്ത പ്രതികരണത്തിൽ ഉൾപ്പെടെ അടിമുടി ദുരൂഹതയും അവ്യക്തതയുമാണ് ഡി മണിയിൽ നിന്നും ഉണ്ടായത്. ഒടുവിൽ അന്വേഷണ സംഘം ഡി മണി ഇത് തന്നെയാണെന്നുള്ളൊരു നിഗമനത്തിലേക്കും എത്തുന്നു. ശരിക്കും ഈ ഡി മണി ആര് എന്നതിൽ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. എന്തൊക്കെയാണ് ഇനി അന്വേഷണ പരിധിയിലേക്ക് വരിക അഷ്കർ? ഗുഡ് മോർണിംഗ്. ഡി മണി ഇപ്പോഴും താനല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഈ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഇന്നലെ പോലീസ് SIT സംഘം ചോദ്യം ചെയ്ത MS മണി എന്ന സുബ്രഹ്മണ്യം. താനല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ പോലും അത് ഡി മണി തന്നെയാണെന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ SIT ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പ്രത്യേകിച്ച് ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയിട്ടുള്ള വിദേശ മലയാളിയെ ഈ മലയാളിയുടെ പക്കൽ ഈ മണിയുടെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്ത് ഇത് തന്നെയാണ് താനുമായി സംസാരിച്ച ആളെന്ന് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചു എന്നാണ് SIT നിന്ന് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും ഈ മണിയെ ഇന്നലെ ചോദ്യം ചെയ്ത മണി തനിക്ക് ഈ കാര്യങ്ങളുമായി ഒന്നും ബന്ധമില്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടോ ശബരിമല കോവിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കേരളത്തിലെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ തനിക്ക് ബന്ധമില്ല. മാത്രമല്ല അദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന താൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് മണി നൽകിയത്. എന്നാൽ ഈ മണിയുടെ മൊഴിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാത്തൊരു നിലപാടാണ് ഇപ്പോൾ SIT സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വൈരുദ്ധ്യമുണ്ട് എന്ന നിലപാടിലാണ് SIT സംഘം നിൽക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ചയും അതിൻ്റെ ദുരൂഹതയും അടക്കം SITയുടെ മുന്നിലുണ്ട്. അതെല്ലാം ഊന്നിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് അടക്കം തന്നെയാണ് നിലവിൽ SITയുടെ തീരുമാനം. SIT സംഘം ഇന്നും ദിണ്ടിഗൽ കേന്ദ്രീകരിച്ച് ശക്തമായ അന്വേഷണം നടത്തും. പ്രത്യേകിച്ച് ഈ മണിയുടെ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും അതിനോടൊപ്പം തന്നെ മണി പറഞ്ഞ മണിയുടെ സുഹൃത്തായിട്ടുള്ള ബാലമുരുകൻ്റെ പേരിലുള്ള സിമ്മാണ് താൻ ഉപയോഗിച്ചതെന്നായിരുന്നു മണി നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ ആ ബാലമുരുകനും മണിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇടപാടുകൾ എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്താനാണ് SIT തീരുമാനിച്ചിരിക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഈ ദിണ്ടിഗൽ സ്വദേശിയായ ഇവിടെയുള്ള നാട്ടുകാർക്ക് തന്നെ നമ്മളോട് പങ്കുവച്ചൊരു വിവരം, ഓട്ടോറിക്ഷ ഡ്രൈവറായ സാധാരണക്കാരനായ ഓട്ടമണി എന്നറിയപ്പെട്ടിരുന്ന ഈ MS മണി ഇന്ന് റിയൽ എസ്റ്റേറ്റിലൂടെയൊക്കെ തന്നെ കോടികൾ സമ്പാദിക്കുന്ന വലിയ കോടീശ്വരനായി മാറിയിരിക്കുന്നു. അതിന് പല ഘട്ടങ്ങളിലെ ഒരു കാലത്ത് ഇവിടുത്തെ തിയേറ്ററിൽ ക്യാൻറ്റീനിലൊരു ഭാഗം ലീസിലെടുത്ത് അവിടെ പോപ്കോൺ വിറ്റ് നടന്നിരുന്ന മണിയെക്കുറിച്ച് നാട്ടുകാർക്കറിയാം. പിന്നീട് ഗോൾഡ് ലോൺ തുടങ്ങി ഗോൾഡ് ലോൺ ആളുകൾക്ക് സ്വർണ്ണം പണയത്തിന് പണം നൽകുന്ന മണിയെക്കുറിച്ച് അറിയാം. പിന്നെ ആ ഘട്ടത്തിലാണ് ഫിനാൻസ് മണി എന്ന പേരിൽ അങ്ങനെ ദുബായ് മണിയായും ദിണ്ടിഗൽ മണിയായും പല പേരുകൾ അറിയപ്പെട്ടിരുന്ന MS മണി എന്ന സുബ്രഹ്മണ്യൻ്റെ ചരിത്രം അത്ര ക്ലിയർ അല്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. അതുകൊണ്ട് ദിണ്ടിഗൽ കേന്ദ്രീകരിച്ച് ബാലമുരുകനെ കേന്ദ്രീകരിച്ച് ഇന്നും SIT സംഘത്തിന് അന്വേഷണം തുടരും. ഒരുപക്ഷെ വീണ്ടും മണിയെ SIT സംഘം നേരിൽ കാണാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഒരു തവണ കൂടി മൊഴിയെടുക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ മണിയെ നേരിട്ട് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകിയപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് തൊട്ട് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിൽ റിപ്പോർട്ടർ TVയുടെ മുന്നിൽ പ്രതികരണമെത്തുമ്പോൾ മണി അക്കാര്യം തന്നെ പൂർണ്ണമായി നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അങ്ങനെ തന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടില്ല, തനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല, തന്നെ പോലീസിന് വിളിച്ചിട്ടേ തന്നെ ഇല്ല എന്നുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നു. പക്ഷേ കൃത്യമായി പോലീസ് നോട്ടീസ് കൊടുത്തിരിക്കുന്നു. മാത്രമല്ല ഡിസംബർ 30 തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരത്തെത്തി അവിടെയുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിലവിൽ SIT കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇഞ്ചിക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി തന്നെ മൊഴി നൽകാമെന്നുള്ള സമ്മതം കൂടി SIT സംഘത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന മണിയുടെ മൊഴിയെ ഒരു ഘട്ടത്തിൽ SIT സംഘം വിശ്വസിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. മാത്രമല്ല കാര്യമായ ചില ദുരൂഹതകൾ മണിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെയാണ് SIT സംഘം ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നത്. വിദേശ മലയാളി വ്യവസായി ഈ ഘട്ടത്തിൽ SIT സംഘം വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും അതിനാധാരമായ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് SIT സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. പ്രത്യേകിച്ച് ഈ മണി കൈമാറി എന്ന് പറയുന്ന പഞ്ചലോക വിഗ്രഹങ്ങളെക്കുറിച്ച്, മണിയുടെ വീട്ടിൽ വെച്ച് നടന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച്, ഇല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളടക്കം കടത്താൻ ശ്രമിച്ചു, അത്തരം നീക്കങ്ങളടക്കം ഈ നിഗൂഢ സംഘത്തിലുണ്ടായിരുന്നു എന്നുള്ള വിദേശ വ്യവസായയുടെ മൊഴിയെ സംബന്ധിച്ച് ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായ തെളിവുകളാണ് പോലീസിന് മുന്നിൽ പ്രധാനം. ആ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് SIT സംഘത്തിന് വലിയ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നിരന്തരമായ ചോദ്യം ചെയ്യലിലൂടെ അല്ലെങ്കിൽ മൊഴിയെടുക്കലിലൂടെ അത്തരം തെളിവുകളിലേക്കൊക്കെ എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ SIT സംഘത്തിനുണ്ടെങ്കിൽ പോലും അത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാഴ്ചയാണ്. എന്തായാലും ഈ കേസിൽ ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം തുടരാൻ തന്നെയാണ് ഇപ്പോഴും SIT സംഘത്തിന്റെ തീരുമാനം.
സഷ്കർ ആദ്യഘട്ടത്തിൽ തന്നെ ഡി മണിയുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടായിരുന്നു, വൈരുദ്ധ്യമുണ്ടായിരുന്നു. താനല്ല ഡി മണി എന്ന വാദം പൊളിച്ച് SIT വ്യവസായിയുമായി അത് ഉറപ്പിക്കുകയുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്തയാൾ തന്നെയാണ് ഡി മണി എന്നുള്ളത്. അപ്പോൾ ഇനി ഡി മണി എന്തൊക്കെയാണ് ഒളിപ്പിക്കുന്നത്, ഡി മണി ഒളിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് SITക്ക് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഡി മണിയെ ഒരിക്കൽ കൂടി SIT സംഘം കാണുമെന്നാണോ വിലയിരുത്തുന്നത്? ഒപ്പം ഈ സാമ്പത്തിക സ്രോതസ്സും ഈ പറഞ്ഞ കാര്യങ്ങളും ഡി മണി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാനായിട്ടുള്ള തെളിവുകളും SIT കണ്ടെത്തേണ്ടതുണ്ട്. അതും ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമല്ലേ? തീർച്ചയായും SIT സംഘം കൂടുതൽ പരിശോധനകൾ ഇല്ലെങ്കിൽ ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളിലൂടെ തന്നെ ലക്ഷ്യമിടുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ ചുരുളഴിക്കുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെ ഇക്കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഇത്രയേറെ വളർച്ചയുണ്ടായി, ഈ വിദേശ മലയാളി വ്യവസായം നൽകിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ മൊഴികളെ അത് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് സത്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ, ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാർക്കറ്റിലേക്ക് കേരളത്തിലെ അമ്പലങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ കടത്തപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഒരുപക്ഷെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ ചുരുളുകൾ അഴിക്കുമ്പോൾ എത്താൻ കഴിഞ്ഞേക്കുമെന്നുള്ളതാണ് SIT സംഘത്തിൻ്റെ പ്രതീക്ഷ. മറ്റൊന്ന്, ഈ പൂർണ്ണമായും പോലീസുമായി സഹകരിച്ചു. പോലീസ് തന്നോട് ക്ഷമ പറഞ്ഞതിന് ശേഷമാണ് പോയത്. ഒരു മൊബൈൽ നമ്പറെ കുറിച്ച് മാത്രം അന്വേഷിക്കാനാണ് തന്നോട് വന്നത്. അതിനപ്പുറത്തേക്ക് തന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല, തനിക്കൊന്നും അറിയുമില്ല. ഏറ്റവും പ്രധാനമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഈ കേസുമായി ശബരിമല സ്വർണ്ണ കേസിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നതടക്കം എല്ലാം പൂർണ്ണമായും ഒറ്റവാക്കിൽ നിഷേധിക്കുന്ന മൊഴിയുടെ ആ പ്രതികരണത്തെ ആ സമയത്ത് തന്നെ സംശയമോടെയാണ് നമ്മൾ തന്നെ നോക്കിക്കണ്ടത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ചില വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്നും വ്യാജമാണ്, ഇല്ലെങ്കിൽ അത് വസ്തുതകളെ വളച്ചൊടിച്ച് പറഞ്ഞതാണെന്ന് അപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായും SIT സംഘമാകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെയെങ്കിൽ ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഇല്ലെങ്കിൽ അടുത്ത മണിക്കൂറുള്ള അന്വേഷണം അതിന് ഏറ്റവും നിർണായകമാവുകയും ചെയ്യും. ഡി മണിയെ കേന്ദ്രീകരിച്ച് ഡി മണിയുടെ സുഹൃത്തിനെ സാമ്പത്തിക സ്രോതസ്സുകൾ, സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം, യഥാർത്ഥത്തിൽ ഈ ഡി മണി ആര് എന്നതിലുള്ള അന്വേഷണത്തിലാണ് SIT ഇപ്പോൾ കടന്നിരിക്കുന്നത്. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.